ഹലോ കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ മലയാളത്തിലെ കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ മാനത്തെ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കടങ്കഥകളിൽ ഒളിച്ചുവെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ. പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കൂ. മാനത്തെ കാഴ്ചകൾ. നീലക്കായലിലിളകും തിരയിൽ നീരില്ല നിരയില്ല, നീരു ചേരാ കായലിലേതേ നിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ, തീരമില്ല കായലിലകലെ കാണുമാകാശം കാണുമാകാശം. നീലക്കായലിലിളകും തിരയിൽ എന്നു പറയുന്നത് നീലക്കായൽ എന്നത് ആകാശത്തെയാണ്. നീരില്ല നിലയില്ല എന്നത് ഇവിടെ ആകാശത്തിൽ വെള്ളവുമില്ല ഒഴുക്കുമില്ല എന്നതാണ്. നീരു ചെല്ലാ കായലിലേതേൻ ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ, ഈ നീരു വെള്ളമില്ലാത്ത കായൽ ഏതാണ്? ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ ചൊല്ലാനാണ് പറയുന്നത്. ഇത്തിരിപ്പൂവിനോട് ഏതാണ് ഈ വെള്ളമില്ലാത്ത കായൽ എന്ന് പറയാനാണ് പറയുന്നത്. തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം. തീരമില്ലാത്ത കായലകലെ, തീരമില്ലാത്ത അകലെയുള്ള ആ കായൽ ഏതാണ്? കാണുമാകാശം കാണുമാകാശം എന്നാണ് പറയുന്നത്. നീലക്കായലിലിളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേതൻ സുന്ദരിപ്പൂവേ സുന്ദരിപ്പൂവേ. സുന്ദരിപ്പൂവിനോട് ചോദിക്കുകയാണ്, നീലക്കായലിൽ അതായത് നീലാകാശത്ത് ആളില്ലാത്ത ഒരു വഞ്ചി, കാറ്റിലുലയുന്ന വഞ്ചി ഏതാണെന്ന് സുന്ദരിപ്പൂവിനോട് ഇവിടെ ചോദിക്കുകയാണ്. ബാനിലെ പൊൻതോണിയല്ലി ചന്ദ്രക്കലരൂപം ചന്ദ്രക്കലരൂപം. അപ്പോൾ സുന്ദരിപ്പൂവ് പറയുന്ന അല്ലേ, ഇത് വാനിലെ ഇത് ചന്ദ്രക്കലരൂപമാണ്, ആകാശത്തെ ചന്ദ്രക്കലരൂപമാണ് ഇവിടെ തോണിയായിട്ട് പറയുന്നത്. ദൂരെ കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല, ചൂടുകിട്ടാ തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം. ദൂരെ കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല. ദൂരെ കായലിൽ ആകാശത്ത് ഒഴുകുന്ന കനലിന് തീയുമില്ല പുകയുമില്ല. ചൂട് കിട്ടാ തീ കണലേതാണ്? ചൂട് കിട്ടാത്ത ഈ കണൽ ഏതാണ്? മന്ദാരപ്പൂവേ മന്ദാരപ്പൂവ്. മന്ദാരപ്പൂവിനോടാണ് ഇവിടെ ചോദിക്കുന്നത്. കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം. മന്ദാരപ്പൂവ് പറയുകയാണ്, കൈവിളക്ക് കണക്ക് കത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം. സ്വർണ്ണനക്ഷത്രമാണ്, ആകാശത്തെ സ്വർണ്ണനക്ഷത്രമാണിതെന്ന്. ഇനി നമുക്ക് കവിതയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ? എന്തു തോന്നുന്നു? തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. ആകാശത്തിനും കായലിനും തമ്മിൽ സാമ്യമുണ്ട്. രണ്ടിനും അതിരുകളോ തീരങ്ങളോ ഇല്ലാതെയെന്ന് നമുക്ക് തോന്നുന്നു. അനന്തമായ വിസ്തൃതിയും നോക്കത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന നീലിമയും കായലിനും ആകാശത്തിനും പൊതുവായുണ്ട്. അതുകൊണ്ടാണ് കവി ആകാശത്തെ ഒരു തീരം കാണാ കായലായി സങ്കല്പിക്കുന്നത്. അടുത്ത ചോദ്യം. ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണ് എന്നു പറയാൻ എന്തായിരിക്കും കാരണം? ചന്ദ്രക്കലയ്ക്ക് ഒരു തോണിയുടെ ആകൃതിയാണുള്ളത്. കറുത്ത ആകാശത്തിൽ വെള്ളിത്തളിക പോലെ ശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രക്കല ആകാശമാകുന്ന വലിയ ജലാശയത്തിൽ നീന്തി നടക്കുന്ന ഒരു കൊച്ചു തോണിയെ ഓർമ്മിപ്പിക്കുന്നതിനാലാണ് കവി അതിനെ തോണിയോട് ഉപമിക്കുന്നത്. അടുത്തത്. മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ. നക്ഷത്രം നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ? എണ്ണമില്ലാത്ത മുത്തുകൾ പകൽ മായും രാത്രി തെളിയും, ഏതാണത്? നക്ഷത്രമാണല്ലേ കുട്ടികളെ. അടുത്ത ചോദ്യം. ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലിത്തന്നാലോ? അവയുടെ ഉത്തരം കണ്ടെത്താനായോ? 12 ആളുകൾ കാവൽ നിൽക്കും ചാന്തമിയെന്നൊരു കൊട്ടാരം, വലിയമ്മാനും ചെറിയമ്മാനും റോന്തും ചുറ്റും കൊട്ടാരം, കൊട്ടാരത്തിൽ നിന്നുമിടയ്ക്കിടെ മണിയടി കേൾക്കാം കട്ടായം, ഏതേതാണീ കൊട്ടാരം ആരാരോതും കേൾക്കട്ടെ. കുട്ടികളെ, ഈ കടങ്കഥപ്പാട്ടിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ? അതെ, ക്ലോക്കാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. അപ്പോൾ നമ്മുടെ മാനത്തെ കാഴ്ചകൾ എന്ന പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.
അടുത്ത പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.